പഞ്ഞച്ച കുറയൂ. എന്തി അപ്പൊ അല്ല കുഞ്ഞച്ച പറയൂ. അച്ഛാ ആ സെക്കൻഡ് ഹാൻഡ് വണ്ടി എന്താക്കി? എടാ ഒന്നും പറയണ്ട, 50,000 രൂപ തികച്ചു കിട്ടണമെന്ന് അവൻ. ഞാൻ ആരാ മോൻ പറഞ്ഞു 45,000 രൂപയ്ക്ക് ഞാൻ ആ കാറിങ് മേടിച്ച്, എന്നിട്ട് അല്ലറ ചില്ലറ പണിയൊക്കെ ചെയ്ത് 55,000 രൂപയ്ക്ക് മറിച്ച് വിറ്റ്. നിങ്ങളെ സമ്മതിക്കണം കേട്ടോ, ഒറ്റയടിക്ക് 10,000 രൂപ ലാഭം. അതെ 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 അതെ. അല്ല ആ ചില്ലറ പണിക്ക് എത്രയായി? ചില്ലറപ്പണിക്ക് 20,000 രൂപയായി. പക്ഷെ എന്നാലും എന്താ 45,000 വാങ്ങിയത് 55,000 വിറ്റില്ലേ? എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? അടിപൊളി, ഉപ്പിലിട്ടേക്കാം. എന്നാ ഓക്കെ. അതെന്താ അങ്ങനെ പറഞ്ഞത്? എന്നെ പുകഴ്ത്തിയതായിരിക്കും ഇവന്റെ ഒരു കാര്യം. അല്ല, ഇതിന്റെ ഇടയിൽ വന്ന കാര്യം മറന്നുപോയല്ലോ. അമ്മച്ചി അമ്മച്ചി, ഓ ഇത് പൊങ്ങണമെങ്കിൽ വിജാഗിരി വേണ്ടി വരും. എന്റെ കർത്താവേ, ഡെയിലി ഇതുപോലുള്ള ഈ റിസ്ക് ഉള്ള എക്സസൈസ് ചെയ്ത് എന്റെ ശരീരം മൊത്തം ക്ഷീണിച്ച് നാളെ മുതൽ എളുപ്പമുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. എടാ ഇതെന്താണ് കാല് ഇവിടെ കയറ്റി വെച്ചിട്ടത്? പിന്നെ കാല് വീട്ടിൽ വെച്ച് വരാൻ പറ്റുമോ? എടാ അതല്ല, ഞാനൊരു മുതിർന്ന പൗരനല്ലേ. എടാ അപ്പൊ എന്റെ പ്രായത്തിൽ നിന്ന് ബഹുമാനിക്കേണ്ടത് ഈ അത് മാത്രം. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, എനിക്ക് എന്തൊക്കെ അസുഖം ഉണ്ടെന്ന് അറിയോ? എന്റെ ശരീരം മൊത്തം കേടാണടാ. അതിനോ എടാ മോനെ, നീ ഈ കാലം നിറക്കി വെക്കടാ, അപ്പാപ്പനോട് ഒന്ന് ഇരുന്നോട്ടെ. അല്ല നീ ആ ത്രേസ്യക്കുട്ടിയുടെ മോനാണോടാ? അല്ല. അല്ലേ? ഓ വടക്കേലെ അന്നക്കുട്ടിയുടെ മോൻ? ഏയ് അതുമല്ലേ. പിന്നെ ഏലിയാമ്മയുടെ രണ്ടാമത്തെ മോനാ? ആണുങ്ങളെ പേരൊന്നും അറിയില്ലേ? അതിനൊക്കെ ഇപ്പൊ എന്ത് കാര്യം ആട്ടെ, നീ ആരെ മോനായാലും വേണ്ടില്ല. നീ ഇപ്പൊ പഠിക്കുകയോ വല്ലതും ചെയ്യുന്നുണ്ടോ? ഞാൻ ഇപ്പൊ DTP കോഴ്സിന് പോകുന്നുണ്ട്. ഓഹോ, എങ്ങനാ അവിടെ പെൺപിള്ളേരൊക്കെ ഉണ്ടോ? പിന്നെ 10 രൂപ പെണ്ണുങ്ങളെ ഇറക്കി ഞാൻ ഒറ്റനെ ഉള്ളൂ. അയ്യോ ഭാഗ്യവാൻ. അതുകൊണ്ട് ഇപ്പൊ എന്താ എനിക്കിപ്പോ സ്ക്രീന് നോക്കാതെ ടൈപ്പ് ചെയ്യാൻ കഴിയും. ഭാഗ്യവാൻ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, അപ്പാപ്പൻ അവിടെ ഒരു സീറ്റ് കിട്ടുവോ? പിന്നെ RIP ആവാൻ നേരത്തെ മൂപ്പര് DTP. ജോർജൻ കുരുവിള. ഓറഞ്ചിന് കുരുല്ലാന്നോ? ഓറഞ്ചിന് കുരുല്ലാന്നാണോ ഞാൻ പറഞ്ഞത്? എടാ എന്റെ പേര് പറഞ്ഞതാ, ജോർജൻ കുരുവിള. ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എന്ത് വെള്ളം കുടിക്കണതോ? എടാ അതല്ല, ഇയാളെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഈ നാട്ടില് പുതിയതാ. ആണല്ലേ? എന്താ പേര്? അതുൽ. നിന്നോട് ആരാടാ ചോദിച്ചത്? ഇയാളെ പേര് പറയൂ. ക്ലാര ടി ജോയ്. ഓ ക്ലേട്ടോ കാരേ? അതല്ല, കേട്ടോ ക്ലാരേ, ഞാൻ എന്നും ഈ പാർക്കിൽ വന്ന് സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്തുകൊണ്ട് എന്റെ ബോഡി ഭയങ്കര ഫിറ്റാ. അതുകൊണ്ട് എന്താ, എനിക്ക് ഷുഗർ ഇല്ല, പ്രഷർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല. ഞാൻ ഫുൾ യങ് ബോഡി. അപ്പോ കുറച്ചേരം മുന്നേ അങ്ങനല്ലേ പറഞ്ഞേ നിങ്ങളെ ശരീരം മൊത്തം കേടാണ് നോക്കിയാണല്ലോ. ആരുടെ ശരീരാണ് ആ കേട്? ആരുടെ ശരീരാ കേട്? നീ ഇത് നോക്കടാ. പറയ്, എനിക്കെന്ത് കേടാണത്? അതെന്നെക്കും ചോദിക്കാനുള്ളേ, ഇങ്ങക്ക് ഇത് എന്തിന്റെ കേടാ? അസൂയ അസൂയ, ഇത്ര അസൂയ പാടില്ല. ഓ വാർത്തകൾ വിശദമായി. എക്സ്ക്യൂസ് മീ, കയ്യൊന്നേ. എന്നാ പിന്നെ വാർത്തകൾ ചുരുക്കത്തിൽ. ക്ലാര കല്യാണം കഴിച്ചതാണോ? ഏയ് ഇല്ല. അടിപൊളി. ആ നമ്പർ ഒന്ന് തരുമോ? എന്തിനാ? അശ്ലീല സന്ദേശം അയച്ച മധ്യവയസ്കനെ യുവതി തലക്കടിച്ച് വീഴ്ത്തി. എന്റെ കാലൊക്കെ സ്ലിപ്പായി പോയതാ. കുഴപ്പമില്ല, കണ്ടിന്യൂ. ക്ലാരയുടെ വീട് എവിടെയാ? ആ പോസ്റ്റ് ഓഫീസിന്റെ ബാക്കിലാ. ഓഹോ, അപ്പൊ എപ്പോഴെങ്കിലും ആ വഴിക്ക് പോവാണെങ്കിൽ കുറച്ചേരം കയറി സംസാരിച്ചിരിക്കാം. യുവതിയെ വീട്ടിൽ കയറി ശല്യപ്പെടുത്തിയ 60കാരനെ നാട്ടുകാർ പഞ്ഞിക്കിട്ടു. എടാ ഈ പേപ്പറിലെ എത്ര നല്ല നല്ല വാർത്തകളുണ്ട്. മനുഷ്യനെ മടുപ്പിക്കുന്ന വാർത്തകൾ മാത്രമേ വായിക്കുള്ളൂ. നീ ഒരു കാര്യം ചെയ്യ്, ഈ കോളം വായിക്ക്. ഇത് ചരമകോളല്ലേ? അത് വായിച്ചാ മതി.
പിന്നെ ക്ലാര എന്നും ഈ നേരത്താണോ ജോഗിങ് ചെയ്യാൻ വരല്? അതെ. എന്നാ പിന്നെ ഞാനും ഈ നേരത്ത് വരാം, ഒരുമിച്ച് ജോഗിങ് ചെയ്യാലോ. വ്യായാമം ചെയ്യുന്നതിനിടയിൽ അറ്റാക്ക് വന്ന് വൃദ്ധൻ മരിച്ചു. മാരി നിന്റെ വാർത്താ സംപ്രേഷണം. അതെ, കുറച്ചു കാലം മുമ്പേ ഞാൻ ഡോക്ടറെ പോയി കാണിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞ് ഇനി ഇങ്ങനെയൊന്നും നടന്നാ പോരാ, ശരീരം നല്ലോണം ശ്രദ്ധിക്കണം. അന്ന് മുതൽ ഞാൻ സ്ഥിരമായിട്ട് ഈ പാർക്കിൽ വരുന്നുണ്ട്. ഡോക്ടർ ഉദ്ദേശിച്ചത് സ്വന്തം ശരീരം നോക്കാനാണേ. അതെ എടാ, ഇത്രയും കാലം ഈ പാർക്കിൽ വന്നിട്ടും എന്റെ വയറങ്ങോട്ട് കുറയണില്ല. അതെന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. വായി നോക്കി എങ്ങനെ വയറ് കുറയാ? ഈ വയറ് കുറയ്ക്കാൻ ജോഗിങ് ചെയ്തിട്ട് കാര്യമില്ല, ഫുഡും കൂടി കൺട്രോൾ ചെയ്യണം. അയ്യോ, ഫുഡ് ഇപ്പൊ ഞാൻ നല്ല കൺട്രോളിംഗ് ആണ്. എന്നും രാവിലെ ഞാനൊരു ഗ്ലാസ് ഓട്സ് കഴിക്കും, എന്നിട്ട് 1 കിലോമീറ്റർ ഓടും. ഉച്ചക്ക് 1 കപ്പ് ചോറ്, 1 കപ്പ് സാലഡ്, എന്നിട്ട് 2 കിലോമീറ്റർ ഓടും. രാത്രി കുറച്ച് പരിപ്പും 2 കിഴങ്ങും. അപ്പൊ നിങ്ങളെ കൂടെ കിടക്കണവരൊക്കെ ജീവനും കൊണ്ട് ഓടും. എടാ, അത് വെച്ച് ഡാൽ ഉണ്ടാക്കിയിട്ട് ഞാൻ ചപ്പാത്തി മുക്കി കഴിക്കുന്നു, മനസ്സിലായോ? പിന്നെ ക്ലാരക്ക് എന്തെങ്കിലും ടിപ്പ് പറഞ്ഞു തരാണ്ടോ ഈ വയറ് കുറയ്ക്കാൻ? അതെ, ആ കോർണറിൽ ഒരു ഓപ്പൺ ജിം ഉണ്ട്, അവിടെ പോയിട്ട് സ്ഥിരമായിട്ട് വർക്കൗട്ട് ചെയ്താ വയറ് കുറയും. അല്ല, പക്ഷെ എനിക്കത് എങ്ങനെ പ്രവർത്തിപ്പിക്കേണ്ടത് എനിക്കറിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ പഠിപ്പിച്ചുതരാം. ഓ, അതൊക്കെ ക്ലാരക്ക് ഒരു ബുദ്ധിമുട്ടാവും. എന്നാ ഞാൻ പഠിപ്പിച്ചുതരാം. അത് പിന്നെ എനിക്കൊരു ബുദ്ധിമുട്ടാവും. ക്ലാര തന്നെ പഠിപ്പിച്ചെന്നാ മതി. എന്നാ ഭയം. ആയിക്കോട്ടെ. അയ്യോ, എന്റെ വടി. അല്ല, നീ എവിടെ പോണ്? ഞാൻ വർക്കൗട്ട് ചെയ്യാൻ. എടാ, ഇനി വർക്കൗട്ട് നിന്റെ വയറ് കുറഞ്ഞാ പിന്നെ നിന്നെ എന്തിനു പറ്റും? നീ വരട്ടാ. അവന് പോന്നോട്ടെ. എന്നാ ചെല്ല്. എന്താ എന്താണ്? എന്തോ ഒന്നുമില്ല. നിങ്ങൾ പോയിക്കോ, ഞാൻ പിന്നെ വന്നോളാം. അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞ വർക്കൗട്ട് ചെയ്യണം, വയറ് കുറയ്ക്കണം എന്നൊക്കെ? അതെ, പക്ഷെ അത് നാളെ വർക്കൗട്ട് ചെയ്ത് നാളെ കുറയ്ക്കാൻ വയറ്. പിടിച്ചു വലിക്കരുത്. ഒറ്റക്കാലിലേക്ക് ഞങ്ങളെന്താ കൊക്കോ? ഇന്ന് സമയം ശരിയില്ല, ദിവസം ശരിയില്ല. നിങ്ങൾ പോയിക്കോ. എന്തോ ഒരു കള്ളത്തരണ്ടല്ലോ. എന്ത് കള്ളത്തരം? ഒരു കള്ളത്തരവും ഇല്ല. നമ്മളെ കാലിന്റെ അടിയിൽ എന്താ? കാലിന്റെ അടി മണ്ണ്. മോതിരം നോക്കട്ടെ, ഇതിപ്പോ എങ്ങനെ വന്നു? എവിടെ? എന്റെ സ്വർണ്ണമോതിരം എവിടെ? എന്റെ സ്വർണ്ണമോതിരം എവിടെ? ഇത് നിങ്ങളെ മോതിരല്ലോ. പിന്നെ എന്റെ മോതിരല്ലാന്നോ? അയ്യോ, അതിന്റെ വെഡിങ് റിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിലെന്താ പേര് എഴുതിയിട്ടുള്ളൂ പറഞ്ഞേ? എന്റെ വെഡിങ് മോതിരത്തിൽ എന്റെ പേരല്ലേ എഴുതുക? അങ്ങനെ പേരെന്താ? ജോർജ്. ഇതുമല്ലേ രമേശ് എന്നാണ് എഴുതുന്നത്. അതെ, രമേശ് എന്റെ പേരാണ്. അല്ല, അപ്പൊ നിങ്ങളെ പേര് ജോർജ് കുരു എന്തോ അല്ലേന്നാ? അത് സ്കൂൾ സർട്ടിഫിക്കറ്റിലുള്ള പേര്. എന്നെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് രമേശ്. എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത്? ഏറ്റില്ലല്ലേ? ഓക്കെ, ഞാനൊരു കള്ളം പറഞ്ഞതാണ്. ആ മോതിരം എന്റേതല്ല. പക്ഷെ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം, നമ്മുടെ കൂട്ടത്തില് ഏറ്റവും പ്രായവും പക്വതയുള്ള ഒരാള് ഞാനാണ്. അതുകൊണ്ട് ആ മോതിരം ഞാൻ സൂക്ഷിച്ചു വെച്ചോളാം. ഉടമസ്ഥൻ വരുമ്പോ ഞാൻ തിരിച്ചു കൊടുത്തേക്കാം. വിശ്വാസായില്ല? മനുഷ്യന് വിശ്വാസമില്ലാത്ത ഈ ലോകത്തിലാണല്ലോ ഞാൻ ജീവിക്കുന്നത്. മീശ തിന്നിട്ട് കാര്യമില്ല, ആ വല്ല റോൾഡ് ഗോൾഡ് ആവും. പറഞ്ഞ പോലെ അത് റോൾഡ് ഗോൾഡ് ആവും. ഒരു കാര്യം ചെയ്യും, അതിങ്ങോട്ട് തന്നേക്ക്, ഞാൻ പോണ വഴിക്ക് വലിച്ചെടുത്തോളാം. അതെ, ഇത് റോൾഡ് ഗോൾഡ് ഒന്നല്ല, ഇത് തനി സ്വർണ്ണാണ്. നമുക്കിതേ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാം. എന്തിന്? പോലീസുകാരെന്തിനു ബുദ്ധിമുട്ടിക്കണം? ഇത് നമുക്ക് ഡീൽ ചെയ്യാവുന്നേ ഉള്ളൂ, പോലീസിനെ വിളിക്കണ്ട. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാനൊരു 5000 വെച്ച് തന്നേക്കാം. 5000 അല്ലേ? ഒരു പവൻ സ്വർണത്തിന് 5000 രൂപ. എനിക്ക് 10000 രൂപ വേണം. പറഞ്ഞു കേട്ടോ, 10000 വേണമെന്ന്. എനിക്ക് 15000 വേണം. എന്നാ എനിക്കും 10000. ഇത്രക്ക് ആർത്തി പാടില്ല. മനുഷ്യനായ പണത്തിനോട് ഇത്ര ആർത്തി പാടില്ല. പണം കൊണ്ട് വാങ്ങാൻ കഴിയാത്ത പല സംഗതികളുണ്ട്. അങ്ങനെയാണെങ്കിലേ നിങ്ങൾക്ക് രണ്ടാക്കും 15000 വീതം ഞാൻ തരാം. ഈ മോതിരം എന്റെ കയ്യിലിരിക്കട്ടെ. എന്ത് കാര്യത്തിന്? മോളെന്തിന് റിസ്ക് എടുക്കണം? റിസ്ക് മുഴുവൻ ഈ അപ്പാപ്പൻ എടുത്തോളാം. മക്കൾ റിസ്ക് എടുക്കണ്ട. നിന്റെ സ്കാനർ ഒന്നെടുത്ത്. അത് ഈ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുമ്പോൾ അലർട്ട് ടോണാണ്. എവിടെ? അവിടെ 15 പോയുള്ളൂ, ഇവിടെ 15, 15, 30 ആയില്ലേ? അതാണ് 2 പ്രാവശ്യം. ഓക്കെ അല്ലേ? സംഭവം ഓക്കെ അല്ലേ? എന്നാ പിന്നെ ആ മോതിരം തന്നെ. ഒരു പ്രായം ചെന്നാളല്ലേ എന്ന് വിചാരിച്ചിട്ട് തരാ. ഇതേ 1.5 പവൻ കാണും. 1.5 ലക്ഷത്തിന്റെ മുതലാ. അവർക്ക് കുഴപ്പമില്ല. മടിയുണ്ട്. പ്രശ്നമാക്കണ്ടേ?
എന്നാ ഞാൻ പോട്ടെ. അത് വർക്കൗട്ട് ചെയ്യണ്ടേ? എന്ത് കാര്യത്തിന്? ചത്ത് മണ്ണടിയാൻ പോണ തടി എന്തിന് വർക്കൗട്ട് ചെയ്യണം? അതിന്റെ ഒരാവശ്യമില്ല. എടാ 30 രൂപയുടെ ഫാൻസി മോതിരത്തിന് 30,000 രൂപ കയ്യിൽ കിട്ടി. ഇന്നത്തെ അടിപൊളി നമ്മ. ഇനി വേറെന്താ ഐറ്റെന്താ? ഏറെ പാദസരം. ഇന്നിന്റെ മുഖം അങ്ങോട്ട് മാറിക്ക. അത് ഇവിടെ ഇട്ട റെഡിയാവില്ല. നമുക്കിനി വേറെ സ്ഥലം പിടിക്കണം. ജില്ലയല്ലേ ദുംത്തക്കിടെ ജില്ലയല്ലേ ആക്കിയാലോ? എന്നുവെച്ചാ അടുത്ത ജില്ലക്ക് പോവല്ലേ നീ? ഓക്കേ. വെരി